ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ഈവനിങ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് തന്നെയാണല്ലോ എൻ്റെ ഒരു ഈവനിങ് റുട്ടീനൊന്നല്ല. ഇന്ന് എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല ഒരു മനുഷ്യൻ്റെ ലൈഫിൽ. അപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയുറക്കം കഴിഞ്ഞ് ഞാൻ സ്വത്തൂനെ എടുത്തിട്ട് താഴേക്ക് വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയൊക്കെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇന്ന് കുറച്ച് വെയിലും ഉണ്ടായിരുന്നു, മഴ കുറവായിരുന്നു. അത് കാരണം നമുക്ക് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചുറ്റും ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിട്ടോ. അപ്പോൾ സ്വത്തൂട്ടിക്ക് പേരക്കായ ഭയങ്കര ഇഷ്ടമാട്ടോ. പേരക്ക സ്വത്തൂട്ടി കായ എന്നിട്ട് അതിനെ വിളിക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് പേരക്ക ഉണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ പൊട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്കും അവൾക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിക്കട്ടോ. അവൾക്ക് കായ എന്ന് പറയുമ്പോൾ തന്നെ അവൾക്ക് വാ അമ്മ പൊട്ടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്കും കൊണ്ടുപോകും. അങ്ങനെ ഞാൻ സ്വത്തും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ അവളുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ക്യാമറയിലേക്ക് നോക്കും ഉണ്ണി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് നേരം ഞാൻ നോക്കും. എന്നാലും എന്താ ഒരു കോപ്രായം കാണിച്ചിട്ട് അവൾ പോയിട്ടോ. പിന്നെ ഞാൻ എണീറ്റ് വന്ന വഴിക്ക് തന്നെ ചായ വെച്ചു. ഈ ഒരു പാത്രം നിറച്ച് നമുക്ക് ചായ വേണം. പിന്നെ രാവിലെ നമുക്ക് നൂൽപ്പുട്ടായിരുന്നു, അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടാ. ഉണ്ടാക്കി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ആരും ഇല്ലല്ലോ, ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊഴുക്കട്ട പോലെ ആക്കി കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ചായക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ആക്കി വെച്ചു. അടുക്കളപ്പണികളൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് 24 മണിക്കൂറും കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല. ഒന്നാമത് സ്വത്തുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒതുങ്ങിയിരുന്നാലും ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ വരും. ഈ ഗ്യാസിൻ്റെ അടുത്തൊക്കെ എനിക്ക് ഇവളെ കൊണ്ടുവരാൻ കുറച്ച് പേടിയാണ്. കാരണം അവളുടെ കൈ ഇപ്പം പല സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അത് കാരണം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു പ്രായവും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ അവളെ ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം എൻ്റെ അടുക്കളപ്പണികളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ്. ഇതിപ്പോൾ ഞാൻ എങ്ങടാ പോയിരിക്കണേ, ഗ്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞ് ശ്രമിച്ച് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണൂന്നേ. അപ്പോൾ ഗ്ലാസ്സൊക്കെ കിട്ടി. ഈ ഗ്ലാസ് സ്വത്തുവിൻ്റെ ഗ്ലാസ് ആട്ടാ. സ്വത്തുവിനെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ വീട്ടിൽ നിന്ന് തന്നതാണ് കുറച്ച് പാത്രങ്ങളുടെ ഒപ്പം. പക്ഷേ സ്വത്തൂട്ടി ഇപ്പോൾ ഈ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അവൾക്ക് ഉപയോഗിക്കാറായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലാട്ട ചായ കുടിക്കുക. ഞാനങ്ങനെ ചായക്ക് അഡിക്റ്റല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ ചായക്ക് അഡിക്റ്റാണ്. അപ്പോൾ ഇവരുടെ ഒപ്പം കൂടി ഞാനും ഇപ്പോൾ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഇവിടെ അച്ഛനമ്മയ്ക്ക് ഈ ഒരു 2 കപ്പുണ്ട്, അതിൽ നിറയെ ചായ വേണം കേട്ടോ. അച്ഛനൊക്കെ ഒരു 3 കപ്പ് ചായയൊക്കെ ഒരു ദിവസം കുടിക്കുന്നുണ്ട്. ദൈവമേ, രാവിലെ എണീറ്റ് വന്നത് ഞാനൊരു കപ്പ് ചായ കൊടുക്കും. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നതും കൊടുക്കും ഒരു കപ്പ് ചായ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കൊടുക്കും. പിന്നെ വൈകുന്നേരം, അങ്ങനെ 4 കപ്പ് ചായ കുടിക്കുന്നുണ്ട്. അമ്മ അതുപോലെ തന്നെ കേട്ടോ. ഇവർക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ സമയത്തിൻ്റെ കട്ടൻ ചായ കിട്ടണം. അച്ഛന് പിന്നെ വിത്തൗട്ട് ഷുഗറാണ്. അമ്മയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കും, ഒത്തിരി ഒന്നും ചേർക്കില്ല. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ കൊഴുക്കട്ട ഞാൻ തിന്ന് നോക്കുകയാണ് കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കും കൊടുത്തുട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചത്. പിന്നെ ഞാൻ സ്വത്തുവിനെ കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ സ്വത്തുവാണെങ്കിൽ പൊരിഞ്ഞ കളി, എന്ത് ചെയ്താൽ അകത്തേക്ക് വരില്ല. അവൾ എണീറ്റ് വന്നത് പാലൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. അതാണ് പിന്നെ അവൾ ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് വരാത്തത്. സ്വത്തും ഇങ്ങോട്ട് വായുവോ, ഞാനും അച്ഛനും അമ്മയും എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ സ്വത്ത് വരാൻ ലക്ഷണമൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഈ പുറത്തു കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ 4 പുറം മെറ്റലിട്ടിരിക്കുകയാണ്, കുഞ്ഞു മെറ്റലുണ്ടല്ലോ. അതിലെങ്ങാനും വഴുക്കി വീണാലോ എന്ന് പേടിച്ചിട്ടാണ് സ്വത്തുവിനെ അധികം പുറത്തേക്ക് ഇറക്കാത്തത് ഒറ്റയ്ക്ക്. ഞങ്ങൾ ആരെങ്കിലും ഉള്ളപ്പോഴാണ് ഇറക്കാറ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ കുറേ പട്ടികളുടെ ശല്യമുണ്ട്, ആൾക്കാരെ കടിക്കണവറ്റങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. പിന്നെ കുട്ടികളെ സുരക്ഷിതമായിട്ട്
നമ്മുടെ വീടിൻ്റെ മുന്നിലാണെങ്കിലും ഒറ്റയ്ക്ക് നിർത്തി പോകാൻ ഇന്നത്തെ കാലഘട്ടം അത്ര നന്നല്ല. അതുകൊണ്ടൊക്കെ എപ്പോഴും സ്വത്തുൻ്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടാവും കേട്ടോ. അവൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ കൂടി അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അവളുടെ പ്രായം ഒരു പ്രാവശ്യം നെറ്റി പൊട്ടിയ പിന്നെ എനിക്കും നല്ല പേടിയാണ്. നമ്മൾ നോക്കി നിൽക്കാതെ തന്നെയാണ് അന്ന് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഉണ്ണിക്ക്. അപ്പോൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്ക് അറിയില്ലല്ലോ അത് ചെയ്യാൻ പാടില്ല ചെയ്യണം എന്നൊന്നും. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. 2 ദിവസമായിട്ട് ഞാൻ അച്ഛന് ദോശ തന്നെയാണ് രാത്രി കഴിക്കാൻ കൊടുക്കണത്. കാരണം നമുക്ക് ചോറ് ഉച്ചയ്ക്ക് എല്ലാവരും ഇപ്പോൾ കുറച്ചാണ് കഴിക്കുന്നത്. അമ്മയൊക്കെ ആദ്യം നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം കഴിക്കാൻ കുറച്ച് പിന്നാക്കാണ്. അപ്പോൾ കറികളൊക്കെ നോക്കുക കേട്ടോ. ഇത് പുട്ടിന് രാവിലെ വെച്ച കറിയാണ്, നൂൽപുട്ടിന്. പിന്നെ ഉപ്പേരി, മീൻ വറുത്തത്, 2 ടൈപ്സ് മീനെന്ന് വറുത്തുണ്ട്. കാരണം ഇത് എനിക്ക് അച്ഛനുള്ളത്. പിന്നെ കൊഴുവ വാങ്ങി. അമ്മയ്ക്ക് മാത്രം കൊഴുവ. കാരണം അമ്മ ഇപ്പം നേരത്തെ കാണിച്ച മീനൊന്നും അമ്മ കഴിക്കില്ല. ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇവിടെ കാർന്നോന്മാർക്ക് ഇങ്ങനെ കഞ്ഞിവെള്ളം ഇച്ചിരി എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ചോറ്. അപ്പോൾ ചോറ് അത്യാവശ്യം ഉണ്ട്, 2-3 ആൾക്ക് കഴിക്കാം. എനിക്ക് അമ്മയ്ക്ക് സ്വത്തൂനും കഴിക്കാനുള്ള ചോറുണ്ട്. അപ്പോൾ അച്ഛന് വേണ്ടി മാത്രം ഞാനൊരു 6-7 ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ അച്ഛനാകെ 3 എണ്ണയൊക്കെ, മാക്സിമം 4 എണ്ണ കഴിക്കുള്ളൂ. ബാക്കി രാവിലെ കഴിക്കും. അപ്പോൾ പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചപ്പാത്തി പരത്താൻ എനിക്ക് ആദ്യം ഭയങ്കര മടിയുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എല്ലാ പലഹാരത്തിനേക്കാളും എക്സ്പേർട്ട് ചപ്പാത്തി പരത്തുക എന്നതാണ്. കുഴയ്ക്കാനും പരത്താനും എല്ലാം നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആവുക. ഞാൻ പണ്ട് കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ചപ്പാത്തി അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല, കഴിച്ചിരുന്ന ഒരാളല്ല, ഉണ്ടാക്കിയിരുന്ന തീരെ ഒരാളല്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. ഈശ്വര, അന്ന് ഞാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത്. ആ ചപ്പാത്തി പരത്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി, അച്ഛനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഓക്കെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാവർക്കും ചോറിനേക്കാളിലും കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാണ് രാത്രി കഴിക്കാൻ. അപ്പോൾ പിന്നെ അതങ്ങ് ശീലമായി. അത് കാരണം ഇപ്പോൾ ഞാൻ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പേർട്ടായി മാറി ഗൈസ്. നിങ്ങളതുപോലെയാണോ? നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ഇഷ്ടമല്ലാത്തൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയവരായിരിക്കുമല്ലേ. അപ്പോൾ ചപ്പാത്തി പരത്തുന്ന ഇതിലാണ് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല. 2-3 എണ്ണമൊക്കെ ആയിട്ട് തീ കത്തിച്ചിട്ട് ഒപ്പം ചുട്ടെടുക്കാമല്ലോ വിചാരിച്ചു. അതുപോലെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ വട്ടമായിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് നൈസിൽ കിട്ടണം ചപ്പാത്തി. കുഞ്ഞു വട്ടമാകുമ്പോൾ ചപ്പാത്തിക്ക് കനം കൂടിയതുപോലെ തോന്നും. അപ്പോൾ ഞാൻ നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കും. ഇതാണ് നമ്മുടെ കല്ലിൻ്റെ അത്ര വലുപ്പം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റൗണ്ടിൽ നൈസായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തിയും പരത്തട്ടെ ഗേസ്. പിന്നെ എല്ലാ സ്ഥലത്തും ഓരോ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാവുകൊണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. മഴയും കാര്യങ്ങളും, ഉരുൾപൊട്ടലും, മണ്ണിടിച്ചിലും, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം ന്യൂസ് കേൾക്കുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പേടിയാവുക ചെയ്യണത്. അപ്പോൾ സേഫായിട്ട് ഇരിക്കുക. എല്ലാവരും സേഫായിട്ട് ഇരിക്കണവർ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. കാരണം ഈ ഒരു അവസ്ഥയിലൊക്കെ വെച്ച് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ. അപ്പം എല്ലാം ശരിയാവട്ടെ. നിപ്പ വൈറസ് പിന്നെയും കോഴിക്കോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ പഴയ പോലെ തന്നെ മാസ്കൊക്കെ ധരിക്കുക. ആശുപത്രിയിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒന്നും കൂടി കെയർ ചെയ്യുക. സാനിറ്റൈസറൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പം ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നത് ആശുപത്രി പോകാനുള്ള ഇട വരുത്തല്ലേ ദൈവമേ എന്നാണ്. കാരണം പേടിയാണ് സത്യം പറഞ്ഞപ്പോൾ. ആശുപത്രിയിൽ ചെന്നാൽ വേറെ അസുഖങ്ങൾ വരും, വേറെ കാര്യം. പിന്നെ നമ്മൾ ചെല്ലണ അസുഖത്തിന് എല്ലാവരും ട്രീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ
ഒരു വിശ്വാസമില്ലായ്മ. എല്ലാ ആശുപത്രിയെ കുറിച്ചല്ല, എന്നാലും മാക്സിമം ഇപ്പം ഈ അടുത്ത് പനിയൊക്കെ വന്നിട്ടും ഇവിടെ അച്ഛനമ്മയും മാറി മാറി ചോദിച്ചു ആശുപത്രി പോകണോ. ഒന്നാമത് ഏട്ടനില്ലാതെ കാരണം എനിക്ക് തീരെ ധൈര്യമില്ല കേട്ടോ ആശുപത്രി പോകാനായിട്ട്. അച്ഛനമ്മയും കൊണ്ടുപോയെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാരസെറ്റമോൾ കഴിച്ച് ഒതുക്കി. അങ്ങനെ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തി ചുട്ടു കേട്ടോ. കുറച്ച് ചപ്പാത്തി ഉള്ളായിരുന്നു. നമ്മൾ വേഗം നമ്മുടെ പണികൾ ഒരു അരമണിക്കൂറിനുള്ളിൽ പരത്തലും ചുറ്റിലെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ മോള് തുടയ്ക്കാൻ വേണ്ടി പോവാട്ടോ. തുടയ്ക്കേണ്ടതൊന്നും കാണിക്കുന്നില്ല. തുടയ്ക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പുറത്ത് കിടന്നത്. അപ്പോൾ അകത്ത് കുറച്ച് തുണികൾ ഇന്നലെ രാത്രി ഇട്ടതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറക്കി കൂട്ടിയിട്ട് വെള്ളം വലിഞ്ഞ് പുറത്ത് കിടന്ന തുണികളൊക്കെ ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. കാരണം രാത്രി എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം വലിഞ്ഞതിലൊക്കെ ഈ ഊത്താലടിച്ച് ഈർപ്പം കൂടുതലുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അച്ഛനമ്മയും ഈ ഹാളിലാണ് കിടക്കുക. അവരെന്തായാലും ഫാൻ ഇടും. അപ്പോൾ ഈ ഫാനിൻ്റെ ചോട്ടിൽ കിടന്നിട്ട് വെള്ളം വലിഞ്ഞ് തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ പോണത്. എനിക്ക് അച്ഛനമ്മയ്ക്കും കുഴപ്പമില്ല. പക്ഷെ സ്വത്തുവിൻ്റെ കാര്യമാണ് വളരെയധികം ബുദ്ധിമുട്ട്. കാരണം ഉണ്ണി 10-15 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യും. കാരണം മഴക്കാലമാണ്, അതിനനുസരിച്ച് അവർ പാല് കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിക്കറും മാറണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വരുമ്പോൾ ഉണ്ണിക്ക് നിക്കറുകൾ ഒരു ദിവസം തന്നെ ഒരു 10, 12, 14 ജോഡി നിക്കറുകൾ ഞാൻ മാറും. അപ്പം സ്നെഗ്ഗിയൊന്നും പകലിട്ട് കൊടുക്കില്ല, രാത്രി ഞാൻ ഇട്ട് കൊടുക്കും. കാരണം രാത്രി എനിക്ക് ഉറങ്ങണം. ആകെ ഒരു നേരം ഞാൻ ഉറങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് രാത്രി ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. കാരണം നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങില്ല. കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും വർക്കായിട്ടിരിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങിയാലും ഒരു മന്നപ്പായിരിക്കും എണീറ്റ് കഴിഞ്ഞാൽ. അങ്ങനെ വെയ്യായി എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്വത്തുവിൻ്റെ ഉറക്കിയിട്ട് ഫോണിൽ നോക്കിയിരിക്കുകയും അല്ലെങ്കിൽ റൂം വൃത്തിയാക്കി തുണി മടക്കി വയ്ക്കുക, തയ്ക്കുകയുണ്ടെങ്കിൽ തയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക കേട്ടോ പതിവ്. അപ്പോൾ ഞാൻ തുണികളൊക്കെ മടക്കി വെക്കേണ്ട ഈ സമയത്ത് അച്ഛമ്മയും മോളും കൂടിയിട്ട് അതിനെ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അച്ഛൻ നടക്കാൻ പോയി. അച്ഛൻ വൈകുന്നേരം നടക്കാൻ പോവും. അപ്പം അച്ഛമ്മയും മോളും കൂടിയിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, കീറി പൊളിക്കുന്നുണ്ട് മോള്. അപ്പം ഞാൻ വേഗം മടക്കിയിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. സ്വത്തുവിനെ ആണെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല, ഭയങ്കര വാശിയാണ്. പിന്നെ അതിൽ കളിക്കണം എന്നുള്ളൊരു ചിന്ത കാരണം നമ്മളെയും കൂടി വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നമ്മളെ വിളിച്ചിട്ട് പോകും. നമ്മൾ ചെന്നില്ലെങ്കിൽ കാറ് പൊളിക്കും അവൾ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ചീത്തയൊക്കെ പറയും. പക്ഷേ അതൊക്കെ എന്തിനാന്ന് അവൾക്ക് തിരിച്ചറിവാവാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ. അവൾ കുറച്ച് നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരയും, ചിണുങ്ങും. അത് കഴിഞ്ഞ് പിന്നെയും കുരുത്തക്കേട് കണ്ടിന്യൂ. അപ്പോൾ എല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ വിരിച്ചിടാൻ പോവാട്ടോ. എവിടെയാ സ്ഥലമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ സേഫാണ് കേട്ടോ. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ ജനലിൽ ഞാൻ നീറ്റിയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഇതൊക്കെ ഉണങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കണില്ല. 24 മണിക്കൂറും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ. പിന്നെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ. കൊച്ചുമോളും അച്ഛനും മരുന്നൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോയിലോട്ട്.